അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. G7 ഉച്ചകോടിയുടെ അവസാന ദിവസം അതിൽ പങ്കെടുക്കാതെ ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിടുക്കത്തിൽ മടങ്ങി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെ വധിക്കുന്ന പക്ഷം സംഘർഷം അവസാനിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനവും ടെഹ്റാനിലെ വിവിധയിടങ്ങളിലും കനത്ത ആക്രമണമാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത്. ഇന്നലെ മാത്രം ഇറാനിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ടെലിവിഷൻ സ്ഥാപനമായ IRIBക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ ടെൽ അവീവ്, പിറ്റാതിക്വ, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ 24 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ആക്രമണത്തിൽ ഹൈഫ തുറമുഖത്തിനടുത്ത വൈദ്യുതി നിലയത്തിലും ടെൽ അവീവിൽ US നയതന്ത്ര കാര്യാലയത്തിലും തകരാറുണ്ടായി. ഇസ്രായേലിന്റെ F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. അതിനിടെ ടെഹ്റാനിൽ നിന്നും ജനം അടിയന്തരമായി ഒഴിയണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആണവക്കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും ഇറാൻ കരാർ ഒപ്പിടേണ്ടിയിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയിയെ വധിക്കുന്ന പക്ഷം സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ABC ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് പ്രതികരണം. ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നും നെതന്യാഹു ആവർത്തിച്ചു. അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രസ്താവനയിൽ ട്രംപ് ഒപ്പിട്ടില്ല. ഉച്ചകോടിയുടെ അവസാന ദിനത്തിൽ പങ്കെടുക്കാതെ ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയത് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്ന ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS നിമിറ്റ്സ് മധ്യപൂർവ്വ മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ജെറുസലേമിലെയും ടെൽ അവീവിലെയും നയതന്ത്ര ഓഫീസുകൾ അമേരിക്ക അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അതിനിടെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാഷിംഗ്ടണിൽ നിന്നും നെതന്യാഹുവിന് ഒരു ഫോൺ കോൾ മതിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ വ്യക്തമാക്കി. സമാധാന ഉടമ്പടിക്ക് അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.